അടുത്ത് നമ്മൾ നോക്കുന്ന പോളിനോമിയലിൻ്റെ സീറോസ് ഓഫ് എ പോളിനോമിയൽ എന്ന് പറയുന്ന ടോപ്പിക്കാണ്. എന്താണ് സീറോസ് നമുക്ക് നോക്കാം. അതിനൊരു എക്സാമ്പിൾ നമുക്ക് നോക്കാം. പി ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ മൈനസ് 3x മൈനസ് 4 തന്നിട്ടുണ്ട്. വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് പി ഓഫ് എക്സ് വെൻ എക്സ് ഈസ് ഈക്വൽ ടു 2? ഈ എക്സിൻ്റെ ടേംസിലാണ് കൊടുത്തേക്കുന്നത് അല്ലേ. അപ്പോൾ ഈ എക്സിൻ്റെ വാല്യൂ 2 ആയിട്ട് നമ്മൾ കൊടുത്താൽ എന്താണ് പി ഓഫ് എക്സിന് വാല്യൂ കിട്ടുക? നമുക്കൊന്ന് ജസ്റ്റ് നോക്കാം. പി ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ മൈനസ് 3x മൈനസ് 4. അപ്പോൾ പി ഓഫ് 2 എന്തായി മാറും? 2 സ്ക്വയർ മൈനസ് 3 ഇൻറ്റു 2 മൈനസ് 4 ദാറ്റ് ഈസ് ഈക്വൽ ടു 4 മൈനസ് 6 മൈനസ് 4. ഈ 4ഉം 4ഉം ക്യാൻസലായി അല്ലേ. ബാക്കി മൈനസ് 6 ആണ് ആൻസർ വരുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് നമുക്കിവിടെ ആൻസർ കിട്ടിയത്. അതായത് പി ഓഫ് എക്സിൻ്റെ വാല്യൂ നമുക്ക് എന്ത് കിട്ടി? പി ഓഫ് എക്സ് പി ഓഫ് 2 ആയിട്ട് കൊടുത്തപ്പോൾ നമുക്ക് മൈനസ് 6 കിട്ടി അല്ലേ. ആ സമയത്ത് പി ഓഫ് 2 എന്നുള്ളത് മൈനസ് 6 കിട്ടി. അങ്ങനെയാണെങ്കിൽ 0 കിട്ടണമെങ്കിൽ, ഇത് 0 ആവണമെങ്കിൽ ഇവിടെ ഏത് വാല്യൂ കൊടുക്കണം? നമുക്ക് ഒരു 4 കൊടുത്ത് നോക്കാം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ എത്രയാണ് കിട്ടുക നമുക്കൊന്ന് നോക്കി നോക്കാം. അപ്പോൾ പി ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ മൈനസ് 3x മൈനസ് 4 ദാറ്റ് ഈസ് ഈക്വൽ ടു 4 സ്ക്വയർ മൈനസ് 3 ഇൻറ്റു 4 മൈനസ് 4. ഓക്കെ, ദാറ്റ് ഈസ് ഈക്വൽ ടു 16 മൈനസ് 12 മൈനസ് 4 ദാറ്റ് ഈസ് ഈക്വൽ ടു 16 മൈനസ് 16 ദാറ്റ് ഈസ് ഈക്വൽ ടു 0. ഓക്കെ, ഇപ്പോൾ പി ഓഫ് എക്സിൻ്റെ വാല്യൂ 0 ആയിട്ട് വന്നു. അതായത് പി ഓഫ് എന്താ കൊടുത്ത് നമ്മൾ പി ഓഫ് 4 കൊടുത്തു അല്ലേ. പി ഓഫ് 4 കൊടുത്തപ്പോൾ വാല്യൂ 0 ആയിട്ട് വന്നു. ഓക്കെ, അപ്പോൾ ഏത് വാല്യൂ കൊടുത്തപ്പോഴാണോ പി ഓഫ് എക്സ് എന്ന് പറയുന്നത് 0യിലേക്ക് എത്തിയത്, ആ വാല്യൂവിനെ വിളിക്കുന്ന പേരാണ് സീറോ ഓഫ് ദ പോളിനോമിയൽ എന്ന് വിളിക്കുന്നത്. സീറോ ഓഫ് ദ പോളിനോമിയൽ എന്ന് വിളിക്കുന്നത് ഏത് വാല്യൂ പി ഓഫ് എക്സിന് കൊടുത്തപ്പോഴാണോ നമുക്ക് 0യിലേക്ക് ആ ഇക്വേഷൻ എത്തിച്ചേർന്നത്, ആ വാല്യൂവിനെ നമ്മൾ വിളിക്കുന്നതാണ് സീറോ. അപ്പോൾ ഇവിടുത്തെ 0 ഏതാണ്? 4 ആണ്. അതായത് എക്സിൻ്റെ വാല്യൂ 4 കൊടുത്തപ്പോഴാണ് നമുക്ക് 0 കിട്ടിയത്. ഇത് നമുക്കറിയാം, ഇതൊരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആണ്. എക്സ് സ്ക്വയർ മൈനസ് 3x ആണ്. ഇതിൻ്റെ ഡിഗ്രി ഓഫ് ദ പോളിനോമിയൽ 2 ആണ്. സോ ഇതൊരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആണ്. ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആണെങ്കിൽ പി ഓഫ് എക്സ് 0 ആവുന്ന 2 പൊസിഷൻ ഉണ്ടായിരിക്കും, 2 വാല്യൂ ഉണ്ടായിരിക്കും. അതായത് എക്സിൻ്റെ വാല്യൂ 4 കൊടുക്കുമ്പോൾ മാത്രമല്ല, എക്സിന് മറ്റൊരു വാല്യൂയും കൂടെ കൊടുക്കുമ്പോൾ ഈ 0യിലേക്ക് എത്തും. 2 വാല്യൂ ഉണ്ടായിരിക്കും. ക്വാഡ്രാറ്റിക് പോളിനോമിയലിന് 2 സീറോസ് ഉണ്ടായിരിക്കും. അതായത് ക്വാഡ്രാറ്റിക് എന്ന് പറഞ്ഞാൽ എക്സ് സ്ക്വയർ ആണ്. അതായത് ഡിഗ്രി ഓഫ് ദ പോളിനോമിയൽ എന്ന് പറയുന്നത് 2 ആണ്. അങ്ങനെയാണെങ്കിൽ 2 ഡിഗ്രി ഉണ്ടെങ്കിൽ അവിടെ 2 സീറോസ് ഉണ്ടാകും എന്നാണ് അർത്ഥം. അതായത് 2 വാല്യൂ ഉണ്ടാവും. ആ 2 വാല്യൂവും ഈ എക്സിൻ്റെ സ്ഥലത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ ഇറ്റ് ബിക്കം 0 ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇതാണ് സീറോസ് എന്ന് പറയുന്നത്.